സാറേ നമസ്കാരം. ഹലോ, രതീഷ് പണിക്കരല്ലേ? സാറിൻ്റെ ഒരു വീഡിയോ അല്ലേ ഈ അടുത്ത് വൈറലായത്, മറ്റേ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പ്രവചനം നടത്തിയത്, അതല്ലേ? നമസ്കാരം സാറേ. പെട്ടെന്ന് കണ്ട പോലെ തന്നെ മാസ്ക് ഒന്ന് നടത്താൻ പറ്റുമോ? എന്തായിരുന്നു പ്രവചനം എന്നൊന്നുകൂടി നമുക്ക് പ്രേക്ഷകർക്ക് പറയാൻ സാധിക്കും? ഇല്ല, ഞാനന്ന് പറഞ്ഞിരുന്നത് അത് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി സാറ് വിജയിക്കുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് 2 പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉമാ തോമസിൻ്റെ ആയിരുന്നു, പിന്നെ ഒന്ന് ചാണ്ടി ഉമ്മൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇലക്ഷൻ്റെ റിസൾട്ട് എണ്ണുന്നതിന് മുമ്പ് ഒരു തലേ ദിവസം അവരുടെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ആൾക്കാർ എന്നോട് അങ്ങനെ ഈ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ ജയിക്കുമോ പല ആൾക്കാരും ചോദിച്ചു, അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ വിളിച്ച് ചോദിച്ചു. അങ്ങനെ കുറച്ച് എൻക്വയറി വന്നപ്പം ഞാൻ അങ്ങനെ സാറിനോട് കബഡി വെച്ച് പ്രശ്നം നോക്കാം. അതെ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണത്. അതിൽ എത്ര ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞതും ആയിട്ട് ബന്ധമില്ല. ഇല്ല, ഭൂരിപക്ഷം ഞാൻ പറഞ്ഞത് 6376 വോട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത് ഭൂരിപക്ഷം വലിയ വിജയമാണ്. ഒരുപാട് മുന്നേ പറഞ്ഞത് ചാണ്ടിയുമനായിരുന്നു. അത് 37,500 പറഞ്ഞത്. അതിലെന്തോ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ടിക്കാർ വന്ന് പ്രശ്നം അങ്ങനെ നോക്കുകയാണോ? അല്ല, പാർട്ടിക്കാർ പറഞ്ഞതല്ല, ഈ ആൾക്കാർ നമ്മളോട് വിളിച്ചിട്ട് സാറിന്റെ ക്ലയൻസ് ചോദിക്കുക. നമ്മുടെ ക്ലയൻസ് ആണല്ലോ നമ്മളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഭാവി പ്രവചിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ. അപ്പോൾ ആ ക്ലയൻസ് ചോദിക്കില്ലല്ലോ ഇവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതില്ല. അതെ, തീർച്ചയായും. പിന്നെ ഈ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ ജയിച്ച് കാണണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ ക്ലയൻസ് ആണ്? നമ്മുടെ ക്ലയൻസ് ഭൂരിഭാഗം ആൾക്കാരും എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. ഗുരുവായൂരാണോ ഈ ജ്യോതിഷം നോക്കുന്നത്? ആ, ഗുരുവായൂർ മാത്രമല്ല, ഓൾ കേരള പുറത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ടുണ്ട്? ഏകദേശം 12 വർഷത്തോളം. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടി, അത് പ്രവചിച്ചിരുന്ന? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് അറിയാവുന്ന കാര്യമാണല്ലോ. തൃശ്ശൂർ MP ആയിട്ട് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും എന്ന് ഉറപ്പാണ്. അതെല്ലാവർക്കും അറിയുന്നത്. ഞാൻ പ്രത്യേകിച്ച് പ്രവചനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. വേറെ എന്തെങ്കിലും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും പ്രവചനങ്ങളുണ്ട്? അത് ഒരു സാഹചര്യത്തിനനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുക, ചിന്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ എന്ത് നമ്മൾ മുൻകൂട്ടി പ്രവചിച്ച് അങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്? കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം. കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. കൂടുതൽ എന്തുമായിട്ട് ആളുകൾ കൂടുതൽ വരാറ്? അതെ, എല്ലാ തരത്തിലുള്ള ചോദിക്കുമല്ലോ. സിനിമകളുടെ വിജയത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് ഒരു സിനിമ പണം പിടിച്ചു കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ അത് ജയിക്കില്ല. ചിലത് അതിൻ്റെ പേരിനോട് പിന്നെ ചിത്രം ആ പേര് ആപ്റ്റാണോ, സിനിമയ്ക്ക് അത് ആപ്റ്റാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സിനിമയുടെ വിജയത്തിന് പേരും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ന്യൂമറോളജിയൊക്കെ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. സിനിമ തുടങ്ങണേക്കാൾ മുമ്പ് അവർ ചോദിക്കും. കൂടുതലും സിനിമ മേഖലയുമായിട്ടാണോ ജ്യോതിഷം? പിന്നെ തുടങ്ങേണ്ട ദിവസങ്ങൾ നോക്കാറുണ്ട്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ചിലർ പറഞ്ഞിട്ടുണ്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ക്ലാസ് പഠിക്കുന്നുണ്ട്, അത് ഇന്നാളുടെ ഇത് വെച്ച് നോക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഓരോ ആൾക്കാരുടെ വിശ്വാസം. എന്തെങ്കിലും സത്യം ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുന്നു. അത്രയും സത്യങ്ങളുണ്ടാവാം. ഇനി എന്തെങ്കിലും പേര് വരാൻ പോകുന്ന സംഭവങ്ങളുമായിട്ട് എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞത്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണ്. അത് കഴിഞ്ഞു. ഇപ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുന്നത്, അത് വിജയിക്കുക എന്നുള്ള പ്രവചിക്കാൻ അത് എന്നോട് അവിടെ നിന്ന് ആരും വിളിച്ച് ചോദിച്ചില്ലല്ലോ. അതായത് മോഹൻലാലിൻ്റെ ഇപ്പോൾ വരാൻ പോണ ബറോസ് വിജയിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കാര്യമായിട്ട് നമ്മൾ നോക്കും. നോക്കും. പോയിക്കോട്ടെ. ശരി. താങ്ക് യു.